നമ്മളിപ്പം കേസ്മാർട്ടിൻ്റെ ഒരു ഫയൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു റെഗുലറൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ഷീറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഇത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവെർട്ട് ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മൾ ആക്കിയതിന് ശേഷമാണ്, അതായത് സ്കെയിൽ ചെയ്ത് 0.1 കൊടുത്ത് സ്കെയിൽ ഫാക്ടർ രീതിയിൽ നമ്മൾ ഇതിലോട്ട് മാറ്റി മീറ്ററിലോട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മളിത് വരച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷീറ്റിൽ കറക്റ്റ് വരത്തക്ക രീതിയിൽ നമ്മൾ ഷീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഈ ഒരു ഡ്രോയിങ്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും ഈ ഷീറ്റിൻ്റെ യൂണിറ്റ് നമ്മൾ മീറ്ററിലാണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ കൊടുക്കുക. യൂണിറ്റ്സ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മീറ്റർ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. മീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്ററിലോട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ആദ്യം മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് ആദ്യം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ഡ്രോയിങ് ആയിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ആദ്യം തയ്യാറാക്കിയിരുന്നത്. അതിനെയാണ് ഞാൻ ഈ ഒരു മീറ്റർ ഡ്രോയിങ്ങിലോട്ട് കൺവെർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് നമ്മളിന്ന് കാണിച്ചത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ഡ്രോയിങ്ങിനെയാണ് ഞാൻ ഇതിലോട്ട് മാറ്റിയിരിക്കുന്നത്, ഈ ഒരു മീറ്ററിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഇത് സെൻറ്റിമീറ്ററിൽ വരച്ചതായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മിക്കവാറും നമുക്ക് സാധാ ടെക്സ്റ്റുകളൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഈ രീതിയിലുള്ള ടെക്സ്റ്റുകൾ ഇതിൽ എന്തെല്ലാം അനുവദനീയമായി അല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നി ഇത് എക്സ്പ്ലോർ ചെയ്ത് മാറ്റാം. നമുക്ക് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് മാത്രമേ ഇതിൽ അനുവദനീയമായിട്ടുള്ളൂ. മൾട്ടി ലൈൻ ടെക്സ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒന്നി ഇത് എക്സ്പ്ലോർ ചെയ്യുക. എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഏതിലോട്ട് മാറ്റാം, സിംഗിൾ ലൈൻ മൾട്ടി ലൈനിൽ നിന്ന് സിംഗിൾ ലൈനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിനെ മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പ്ലോർ കൊടുത്തു, അല്ലെങ്കിൽ ഓരോ പോർഷനായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കൊടുത്താലും മതി. അപ്പോഴത്തേക്കെന്ന് പറയുന്ന ഡയമെൻഷനിൽ വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല. അത് നമ്മൾ കറക്റ്റ് സ്കെയിലാണ് വരച്ചിരിക്കുന്നതെങ്കിൽ തിരിച്ചാക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതങ്ങ് എക്സ്പ്ലോർ ചെയ്തത്. അതിനുശേഷം സ്കെയിൽ കൊടുത്ത് SC എന്നുള്ള കൊടുത്ത് മീറ്ററിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് 0.01 കൊടുക്കുമ്പോഴത്തേക്ക് അത് നമുക്കിവിടെ ചെറുതായി കിട്ടും. അതിനുശേഷം നമ്മൾ കേസ്മാർട്ടിൽ നിന്നുള്ള നമുക്ക് ആ ഒരു ഷീറ്റ് നമ്മൾ എന്തിട്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ഷീറ്റിലോട്ടാണ് ഞാൻ ഇവിടെ ഡ്രോയിങ് കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനുശേഷം അതാത് സാധനങ്ങൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതിൽ വരത്തക്ക രീതി ബാക്കി ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് 1:100 ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 1:200 ഇരിക്കുന്നത്. 1:200 ഇവിടെ സ്കെയിൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് അറിയാം, കണ്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വലുതാക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും സ്കെയിൽ ഫാക്ടർ കൊടുത്ത് കറക്റ്റ് വരച്ചിരിക്കുന്നത് കൊണ്ട് ഇത് കോപ്പി ചെയ്ത് പുറത്തോട്ട് വെച്ചതിന് ശേഷം സ്കെയിൽ ഫാക്ടർ കൊടുത്ത് കറക്റ്റ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയമെൻഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു അളവ് തന്നെ നമുക്ക് അവിടെ കിട്ടും, കണ്ടോ, 60. അപ്പം ആ ഒരു സ്കെയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് അത് ശ്രദ്ധിക്കുക. സ്കെയിൽ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ പ്രോപ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളിപ്പോൾ 200-ലാണോ 300-ലാണോ ഏത് സ്കെയിലാണെങ്കിലും നമുക്ക് തിരിച്ച് കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഇതിലോട്ട് കൺവെർട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അത് വരത്തക്ക രീതിയിലാണ് ഈ ഒരു ഷീറ്റ് സെറ്റ് ചെയ്താകുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഡ്രോയിങ്ങിലും പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഇതിലിപ്പം നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലായിട്ടുള്ള ഇതാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യം ഇതിപ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇതിലോട്ട് ആക്കിയിട്ടുള്ളത് കൊണ്ട് ഇപ്പം ഏതല്ല ടെക്സ്റ്റ് ഈ ഒരു മൾട്ടി ലൈൻ ടെക്സ്റ്റ് അല്ല, എല്ലാം സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഇഷ്യൂ, നമുക്കൊരു മൾട്ടി ലൈൻ ടെക്സ്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഡൗട്ടായിട്ട് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എക്സ്പ്ലോർ എന്നുള്ളത് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഡ്രോയിങ്ങിൽ ഹാച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം, റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം. എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഹാച്ചിങ് ആ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർഡായി മാറും. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർഡായി മാറും. പക്ഷെ ഈ ഒരു തിക്ക് ഹാച്ചിങ് വരുന്നത്, സോൾഡ് ഹാച്ചിങ് വരുന്നത് നമ്മൾ എന്തിട്ട് ചെയ്ത് കളയണം, റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അതിനുശേഷം
നമ്മളിത് ഫുൾ എക്സ്പ്ലോർ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് കറക്റ്റ് മീറ്ററിലുള്ള ഡാമേജ്, ഇതിപ്പോൾ ഞാൻ സെന്റിമീറ്ററിൽ തന്നെ മീറ്ററിലോട്ടാണ് ആക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡാമേജ് ഞാൻ ഇവിടെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് വരത്തക്ക രീതിയിൽ ഞാനൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിരിക്കും കിടക്കുന്നത്. അതിൽ നിന്ന് ഞാൻ സാധാരണ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിലോട്ട് സെറ്റ് കറണ്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഡയമെൻഷൻസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ഡയമെൻഷൻ നമുക്ക് പിന്നെ എടുത്ത് ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. ഇതിങ്ങനെ ഇടുന്നതിൻ്റെ കാട്ടി ഇത് ഇവിടുന്ന് നമ്മളങ്ങ് സെന്റിമീറ്ററിലാണ് വരച്ചേക്കുന്നത്. മീറ്ററിൽ വരച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരത്തില്ല. നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി ഏതായിരിക്കും മീറ്ററിൽ തന്നെയായിരിക്കും ഡീറ്റെയിൽസുകൾ ഉള്ളത്. ഓക്കെ. പിന്നെ അഡീഷണൽ വല്ല ഡയമെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഫുൾ ഡയമെൻഷൻ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡയമെൻഷൻ വരത്തക്ക രീതിയിൽ ബാക്കി ഡയമെൻഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡ് പ്ലാനിൽ നമുക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സൈഡ് പ്ലാൻ്റെ അകത്ത് നമുക്ക് ഡയമെൻഷൻ ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ല. നമുക്കതൊക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും. ബാക്കി സർവീസ് പ്ലാൻ്റെ അകത്ത് ബാക്കി ഡീറ്റെയിൽസുകളെല്ലാം എടുത്ത രീതിയിലുള്ളത് നമ്മൾ കാണിക്കും. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് വെയിറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഡയമെൻഷൻ എടുത്ത രീതി കറക്റ്റ് കാണിച്ചിരിക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കുറച്ചും കൂടി ചെറുതായിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 1:100 വരത്തക്ക രീതിയിലായതുകൊണ്ട് ഞാൻ അതിലൊന്ന് സെറ്റ് ചെയ്തു തന്നെ ഉള്ളൂ. അല്പം കൂടി വലുതായിട്ടാണെങ്കിൽ സ്കെയിൽ ചെയ്ത് ചെറുതായിട്ട് വെക്കാം. നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളത് സൈഡ് പ്ലാൻ മാത്രം 1:100 ആയിരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സർവീസ് പ്ലാൻ എന്നുള്ളത് സ്കെയിൽ നമുക്ക് അല്പം കൂടി ചെറുതാക്കാം. 1:200, 1:400 വരത്തക്ക രീതിയിൽ നമുക്ക് ഷീറ്റിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ബാലൻസ് തുടർന്ന് ചെയ്യുന്നതെന്നുള്ളതിന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഈ ലെയർ മെട്രിക്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്കെയിൽ 1:1 വരത്തക്ക രീതിയിൽ, മീറ്ററിൽ വരത്തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതുപോലെ ബ്ലോക്ക് റഫറൻസ്, ബ്ലോക്ക് ചെയ്ത് കിടക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമുക്കത് കാണാൻ പാടില്ല. പിന്നെ ഹാച്ച് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ ലൈൻ വെയിറ്റ് എന്നുള്ളത് കഴിവതും നമ്മൾ ഡീഫോൾട്ട് 0 വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് നമുക്കിപ്പം ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ലൈൻസുകൾ നമ്മളിപ്പം ക്ലിക്ക് ചെയ്യുന്ന സമയത്തേക്ക് ലൈൻ വെയിറ്റ് കൂടിക്കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ലൈൻ വെയിറ്റ് കൂടിക്കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കഴിവതും ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ലൈൻ വെയിറ്റ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ലൈൻ വെയിറ്റ് എന്നുള്ളത് ബൈലെയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ലെയർ, അതായത് നമ്മൾ വരയ്ക്കുന്ന ലെയർ എന്ന് പറയുന്നത് കഴിവതും 0 ലെയറിൽ നിന്ന് ഒഴിവാക്കി വേറൊരു ലെയർ പേര് കൊടുത്തതിന് ശേഷം വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഒരു കേസ് പാർട്ടെന്നോ KS എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞൊരു ലെയർ നമ്മൾ ഇവിടോട്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വരയ്ക്കുന്ന സമയത്തേക്ക് ചിലപ്പോൾ ഇതൊക്കെ വേറെ ഏതെങ്കിലും ഇതിലായിരിക്കും, അല്ലെങ്കിൽ 0 ലെയറിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മളത് മൊത്തത്തിൽ ഡ്രോയിങ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇതിലോട്ട് ലെയറിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുക. ഇത് മാത്രമാണ് അതിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, ഇതിലോട്ട് മാറ്റി കൊടുക്കുക. ഇതൊരു 0 ലെയറിൽ നിന്ന് വേറൊരു ലെയറിലോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, അത് കേസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കേസ് പാർട്ട് എന്ന് വല്ലതും പറഞ്ഞ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ആയിരിക്കണം. ആ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെയർ പ്രോപ്പർട്ടീസിൽ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ന്യൂ ലെയർ എന്ന് പറയുന്നതുണ്ട്. ആ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം കേസ് മാർട്ട് അങ്ങനെ ഒരു പേര് കൊടുത്തില്ലെങ്കിൽ KS എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തുകൊണ്ട് നമുക്ക് പുതിയൊരു ലെയർ അവിടെ എന്തൊരു ചെയ്യാവുന്നതാണ്, നമുക്കവിടെ നിർമ്മിക്കാവുന്നതാണ്. കണ്ട. ഓക്കെ, അതിനുശേഷം അതിലോട്ട് മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരേ ലൈൻ വെയിറ്റും ഒരേ ബൈലെയറിലും വരത്തക്ക രീതിയിലോട്ട് നമ്മൾ മാറും. കഴിവതും ബൈലെയർ ഏതിലോട്ട് ഇടാതിരിക്കാൻ നോക്കുക. 0 വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിരിക്കാൻ നോക്കുക. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് പറയുന്നത് ആൾ ഐറ്റം പ്രസന്റ് ഇൻ ദ ഡ്രോയിങ് ഷുഡ് ബി ഇൻ എലിവേഷൻ 0. അതായത് എലിവേഷൻ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് വരുന്ന എലിവേഷൻ എപ്പോഴും 0 ആയിട്ട് വരത്തക്ക രീതിയിൽ
നോക്കണം. പിന്നെ SP ലൈൻസ് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ലൈൻസിന്റെ ഈ ഒരു ടെക്സ്റ്റ് ഒഴിവാക്കി സിംഗിൾ ലൈൻ ടെക്സ്റ്റ് വരത്തക്ക രീതിയിൽ ഇടണം. എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിട്ട് ചെയ്യുക, ആ ടെക്സ്റ്റ് എക്സ്പ്ലോർഡ് ചെയ്തുകൊണ്ട് മാറ്റാവുന്നതാണ്. പിന്നെ പർജ് ഡ്രോയിങ് ടു ബി റിമൂവ്ഡ് അൺയൂസ്ഡ് ലെയർ, ആവശ്യമില്ലാത്ത ലെയറുകളോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിട്ട് ചെയ്തു പോകാം, അത് പർജ് എന്ത് ചെയ്തു പോവാം, ഒഴിവാക്കി പോവാം. പിന്നെ വേക്കൻറ്റ് ഈ ഒരു ഷീറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സ്റ്റാമ്പിങ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി ഇടണം. അതിന്റെ സൈസ് ഈ ഒരു ഷീറ്റിന്റെ സൈഡിൽ നമ്മൾ ഒഴിവാക്കി ഇടുന്നുണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ അതിനുശേഷം എന്ന് പറയുന്നത് നമ്മൾ ഈ കേസ് മാർട്ടിൽ നമ്മൾ സേവ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിലോട്ടായിരിക്കണം, DX ഫോർമാറ്റിലോട്ടായിരിക്കണം നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എലിവേഷന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എലിവേഷൻ ഇത് എങ്ങനെയാണ് 0 സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ഷീറ്റ് എടുക്കുക. അതിൽ ചേഞ്ച് എന്നുള്ളത് നമ്മൾ കമാൻഡ് പാനലിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറയും. നമുക്ക് വേണ്ടുന്ന ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പം പ്രോപ്പർട്ടീസ് എന്ന് നമുക്കിവിടെ താഴെ കാണിക്കും. അതിൽ P എന്നുള്ള ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പം നമുക്ക് വേണ്ട എലിവേഷൻ E എന്നുള്ളതാണ് കൊടുക്കേണ്ട. E എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് വാല്യൂ 0.0000 എന്നുള്ളതാക്കി കൊടുക്കുക, എൻ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ എൻ്റർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കവിടെ ആ ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അതാണ് നമ്മൾ ഈ എലിവേഷൻ എങ്ങനെ 0 സെറ്റ് ചെയ്യണം എന്നുള്ളത് ഒന്ന് കാണിച്ചിരുന്നത്. ഓക്കെ, എല്ലാവർക്കും അതൊരു ഡൗട്ട് കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അതും കൂടെ കാണിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ഷീറ്റിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റെഡിൽ കിടക്കുന്ന, അതായത് പ്ലാൻ ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിലോട്ട് എന്തിട്ട് ചെയ്തിരിക്കണം, പേസ്റ്റ് ചെയ്തിരിക്കണം. അത് വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്ത് അല്പം കൂടെ ചെറുതാക്കുകയും നമുക്ക് ആവശ്യാനുസരണം അതിന്റെ സൈസ് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ക്ലിയർ? അതിനുശേഷം അടുത്തതായിട്ട് വരുന്നതാണ് നമ്മൾ ഈ ഒരു കേസ് പാർട്ട് ഡ്രോയിങ്ങിന്റെ ഡയമെൻഷൻ. ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് എവിടോട്ട് കൊണ്ടുവന്നിരിക്കണം, ഈ ഒരു ഡ്രോയിങ്ങിലോട്ട് എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്തിരിക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം. അതായത് നമുക്ക് ഈ കേസ് മാർട്ട് ഡ്രോയിങ്ങിന്റെ ഡയമെൻഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസുകളൊക്കെ നമ്മൾ എന്തിന് ചെയ്ത് കൊടുക്കുന്ന മിനിമം ഡിസ്റ്റൻസുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതെല്ലാം ഓരോ ഡിഫറെന്റ് ഷീറ്റുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിഫറെന്റ് ഷീറ്റുകളിൽ. നമുക്ക് ഇതിൽ കുറച്ച് 2 ടൈപ്പ് ഇതാണ് ഉള്ളത്. ഞാൻ ഇപ്പം പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷനെ ബേസ് ചെയ്തിട്ടെന്ന് പറയുന്നത്, നമ്മൾ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റിന്റെ അകത്ത് തന്നെയായിരിക്കും പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, എലിവേഷൻ എന്ന് പറയുന്നത് ഒരു ഷീറ്റിന്റെ അകത്ത് ആയിരിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇത് എലിവേഷൻ ആണെങ്കിൽ ആ ഷീറ്റിന്റെ അകത്ത് എലിവേഷൻ മാത്രമേ കാണുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഷീറ്റിന്റെ അകത്ത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ആയിരിക്കും, അടുത്ത ഷീറ്റിന്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ആയിരിക്കും, അടുത്ത ഷീറ്റിന്റെ അകത്ത് നമ്മൾ സെക്ഷൻ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ബേസ് ചെയ്ത് എന്തിന് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓപ്ഷൻ 2 ബേസ് ചെയ്താണ് ഷീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓപ്ഷൻ 2നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് സൈഡ് പ്ലാൻ ആണ് നമുക്ക് എന്തിന് ചെയ്യേണ്ടത്, മാച്ച് പ്രോപ്പർട്ടി കൊടുത്ത് മാറ്റേണ്ടത്. ഇതിൽ നമുക്ക് എല്ലാ മാച്ച് പ്രോപ്പർട്ടി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് സിസ്റ്റം മനസ്സിലാക്കുന്നത് എല്ലാം മാച്ച് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡ് പ്ലാൻ ഏതാണെന്നുള്ള കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാച്ച് പ്രോപ്പർട്ടിയിലെ കമാൻഡ് കൊടുത്തുകൊണ്ട് മാച്ച് പ്രോപ്പർട്ടി ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെയർ ടെംപ്ലേറ്റിന്റെ ഇതിൽ ഈ ഒരു മൗസ് പോയിന്റ് വന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബ്രഷിന്റെ ഇതിലോട്ട് മാറും. കണ്ട, ഒന്നുകൂടെ കാണിച്ചു തരാം. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കഴ്സർ റെക്ടാംഗിൾ ആയിരിക്കും, അത് ഇതിലോട്ട് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് മാറും. ഈ ഒരു
ബ്രഷിന്റെ സിമ്പിളിലോട്ട് വരും. അതിനുശേഷം നമുക്ക് സൈഡ് പ്ലാന്റെ ഷീറ്റ് നമ്മൾ ചെയ്തിട്ട് ഡ്രോയിങ്ങിൽ ഏതാണോ ആ ഒരു ഷീറ്റ് മൊത്തത്തിൽ നമ്മൾ എന്തിട്ട് ചെയ്ത് കൊടുക്കുക, മാച്ച് പ്രോപ്പർട്ടി കൊണ്ട് സെലക്ട് ചെയ്യുക, എൻ്റർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഡയമെൻഷൻ, ഈ ഒരു ലൈനൊക്കെ ഡോട്ട് ലൈൻ ആയിട്ട് കിടന്നതൊക്കെ മാറിയത് നമുക്കത് ലാസ്റ്റ് മാറ്റി കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർവീസ് പ്ലാൻ ആണ്. അപ്പൊ സർവീസ് പ്ലാനും ഇത് കണക്ക് മാച്ച് ചെയ്യുക. സർവീസ് പ്ലാൻ എടുക്കുക, സർവീസ് പ്ലാൻ മാച്ച് ചെയ്തിട്ട് സർവീസ് പ്ലാൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, സർവീസ് പ്ലാൻ മൊത്തത്തിൽ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അതേ കണക്ക് നമുക്ക് അടുത്തത് പറയുന്ന ഏതാ, റെയിൻ വാട്ടർ സ്റ്റോറേജ്. റെയിൻ വാട്ടർ സ്റ്റോറേജിന്റെ ടാങ്കിന്റെ ഡീറ്റെയിൽസുകൾ കാണിച്ചിട്ട് ആ ഒരു ഇതിലോട്ട് എടുക്കുക. റെയിൻ വാട്ടർ സ്റ്റോറേജ് എന്തിന് ചെയ്ത് കൊടുക്കുക, മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് കൊടുക്കുക. ഇതാ റെയിൻ വാട്ടർ സ്റ്റോറേജ് മാത്രം വരത്തക്ക രീതി മാച്ച് പ്രോപ്പർട്ടി ചെയ്യുക. അടുത്തത് സെപ്റ്റി ടാങ്ക് ആണ്. സെപ്റ്റി ടാങ്കിന്റെ ഇത് എടുക്കുക, സെപ്റ്റി ടാങ്കിന്റെ മാച്ച് പ്രോപ്പർട്ടി കൊടുത്ത് സെപ്റ്റി ടാങ്ക് മാത്രം മാച്ച് പ്രോപ്പർട്ടി ചെയ്യുക. തൊട്ടടുത്തായിട്ട് പറയുന്ന വേസ്റ്റ് ഡിസ്പോസൽ ആണ്. വേസ്റ്റ് ഡിസ്പോസലിന്റെ ക്ലിക്ക് ചെയ്യുക. ഷീറ്റിൽ വന്നതിന് ശേഷം വേസ്റ്റ് ഡിസ്പോസലിന്റെ ആ ഒരു സോപ്പ് ടാങ്ക് നമ്മൾ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് റെയിൻ വാട്ടർ സ്റ്റോറേജിന്റെയോ ഏതെങ്കിലും നമ്മളിവിടെ മാച്ച് പ്രോപ്പർട്ടി കൊടുത്ത് നമ്മൾ ആ ഒരു ലെയറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം, ഇതാണ് വേസ്റ്റ് ഡിസ്പോസലോ ഏതാണെങ്കിലും മതി. ഇപ്പം ഞാൻ എടുക്കുന്നത് റെയിൻ വാട്ടർ സ്റ്റോറേജ് ആണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാലൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് യൂസ് ചെയ്ത് എന്ത് ചെയ്ത് കൊടുക്കുക, മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഷീറ്റിലോട്ടാണ് വരുന്നത്. അപ്പം ഷീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടാക്കുന്ന എലിവേഷൻ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്ഷൻ ഉണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ഇതിൽ ബേസ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ മാർക്ക് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത് ഫ്ലോർ 0 എന്നുള്ളത് വേണം സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫ്ലോർ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ കണ്ട. അത് കണക്ക് ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ. അത് കണക്ക് സെക്ഷന്റെ ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ ബ്ലോക്ക് 1 സെക്ഷൻ ബ്ലോക്ക്. അത് കണക്ക് എലിവേഷൻ ബ്ലോക്ക് 1. ഓക്കെ, ഈ ഒരു ഇതിൽ എല്ലാവർക്കും ഡൗട്ട് വരാനുള്ള ഒരു കേസാണ് ഈ ബ്ലോക്ക് 1 ബ്ലോക്ക് 2. ഈ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്ലോട്ടിലെ ഒരു ബിൽഡിംഗ് മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് 1 ആയിട്ടും, ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ്, ഇപ്പൊ 2 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ എലിവേഷൻ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് പ്ലാനും കാര്യങ്ങളും എല്ലാം നമുക്ക് ബ്ലോക്ക് 1ലും അടുത്ത ബിൽഡിങ്ങിന്റെ പ്ലാനും കാര്യങ്ങളും ബ്ലോക്ക് 2 വരത്തക്ക രീതിയിലും കാണിക്കുക. അതേ കണക്ക് എലിവേഷനും സെക്ഷനും കാണിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പം മൾട്ടിപ്പിൾ എലിവേഷൻ ഒരു ബ്ലോക്ക് ചിലപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നുള്ള എലിവേഷൻസ് വരയ്ക്കണം, അത് ബ്ലോക്ക് 1 ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് 3 എലിവേഷൻ വരെ നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം, മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേ കണക്ക് ബ്ലോക്ക് 2ൻ്റെതും ഉണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ നമ്മൾ ചിലപ്പോൾ ഒറ്റ ഇതിൽ മാത്രമായിട്ടായിരിക്കില്ല സെക്ഷൻ കട്ട് ചെയ്യാൻ. ഇപ്പൊ ഇതിൽ നമുക്ക് കുറുകെ വേണമെങ്കിലും സെക്ഷൻ കട്ട് ചെയ്യാം, ഹൊറിസോണ്ടലായിട്ട് വേണമെങ്കിലും സെക്ഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്താണ് ഇവിടെ വരച്ചിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇതിൽ കൊടുക്കാം, സെക്ഷൻ ബ്ലോക്ക് 1 എന്നുള്ള ഇതിൽ കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത വെർട്ടിക്കലായിട്ടുള്ള സെക്ഷനാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൻ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷനിൽ ബ്ലോക്ക് 1ൽ ഇതാ ഈ ഒരു ഇത് മാർക്ക് ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ എലിവേഷൻ എന്നുള്ളത് നമുക്ക് അവിടെ എന്തിനാവും മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ആകെ ഒരു പ്ലാൻ, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, പിന്നെ ഒരു എലിവേഷൻ, ഒരു സെക്ഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ മാത്രം ഉള്ളത് കൊണ്ട് പ്ലാൻ ഡീറ്റെയിൽസിന്റെ അകത്ത് ബ്ലോക്ക് 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബ്ലോക്ക് 1ൽ ഗ്രൗണ്ട് ഫ്ലോർ അതാണ് 40. അപ്പൊ അത് നമ്മൾ എടുക്കുക, ഇവിടെ വന്ന് അത് മാത്രം എന്ത് ചെയ്ത് കൊടുക്കുക, മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് കൊടുക്കുക. അതേ കണക്ക് അടുത്തത് എലിവേഷനും ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് സെക്ഷൻ വരിക, സെക്ഷനിൽ ബ്ലോക്ക് 1ൽ സെക്ഷനും നമുക്ക് അതേ കണക്ക് എന്തിട്ട് ചെയ്യാം, മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം അതേ കണക്ക് ഇവിടെ മാറും. ബ്ലോക്ക് 1 സെക്ഷൻ എന്നുള്ളതാവും, ഇവിടെ വരുമ്പോഴത്തേക്ക് എലിവേഷൻ എന്നുള്ളതാവും, ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതെന്നുള്ളതാവും,
പ്ലാൻ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ ഷീറ്റ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും KS എന്നുള്ള ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പൊ അതും കൂടി നമുക്ക് വരണം. ഒന്നീ നമുക്ക് എലിവേഷൻ എന്നുള്ള ഈ ഒരു ഇതെടുത്ത് മാച്ച് ചെയ്ത് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ എന്നുള്ള എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഏത് ഷീറ്റിന്റെ ഔട്ടർ സെറ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ എന്നുള്ള എടുത്തിട്ട് സെറ്റ് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നുണ്ട് ടൈറ്റിൽ ബ്ലോക്ക് ആയിട്ട് വരുന്ന നമുക്ക് ഈ ഒരു ഷീറ്റ്, അതായത് ഈ ഒരു ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്താൽ ടൈറ്റിൽ ബ്ലോക്ക് ആയിട്ട് വരുന്ന ഷീറ്റ് ഒന്നി പ്ലാൻ എന്നുള്ളതോ എലിവേഷൻ എന്നുള്ളതോ സെക്ഷൻ എന്നുള്ള ലേയേഴ്സോ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പ്ലാൻ എന്നുള്ള ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്തു. അതിനു മുമ്പ് ഡൗൺലോഡ് നോക്കിക്കോ, ഇതെല്ലാം KS എന്നുള്ള ഇതിലാണ് കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പ്ലാൻ എന്നുള്ള ഇതിന് ആ ഒരു മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം ഇതെല്ലാം ഏതാക്കി കൊടുക്കുകയാണ്. ഈ ഒരു ഇതിലോട്ട് ബാക്കി ടെക്സ്റ്റ് ബാക്കി കാര്യങ്ങളും എല്ലാം ടൈറ്റിൽ ബ്ലോക്കിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഇതിൽ വരത്തക്ക രീതിയിലോട്ട് മാറ്റി. ഓക്കെ, ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം ആയി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പറയുന്നത് സൈഡ് പ്ലാനിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസുകൾ വേണം നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പ്ലോട്ടിന്റെ അതിർത്തിയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അത് വേണ്ടിയിട്ട് നമുക്ക് പ്ലോട്ട് ബൗണ്ടറി, പിന്നെ ബിൽഡിങ്ങിന്റെ ഫുട് പ്രിന്റ്, അതായത് ഏറ്റവും കവേർഡ് ആയിട്ടുള്ള ഏരിയ ഗ്രൗണ്ടിൽ ഫുട് പ്രിന്റ് ആയിട്ട് വരുന്ന ആ ഒരു ഏരിയ കാണിച്ചു കൊടുക്കണം. പിന്നെ കവറേജ് വരത്തക്ക രീതിയിലുള്ള ആ ഒരു ഇതും കാണിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം പ്ലോട്ട് ബൗണ്ടറി നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലോട്ട് എടുക്കുക. പ്ലോട്ട് പോളിലൈൻ കൊണ്ട്, ഏതുകൊണ്ടാണ് പോളിലൈൻ കൊണ്ട് പ്ലോട്ട് ആദ്യം ഒന്ന് നമ്മൾ എന്തിനു ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, പോളിലൈൻ എടുത്തുകൊണ്ട് കഴിവതും 0 ലെയർ ഒഴിവാക്കി ഈ ഒരു ലെയറിൽ ഇട്ടുകൊണ്ട് വേണം വരയ്ക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലെയറിലാണോ ക്രിയേറ്റ് ചെയ്യുന്ന ആ ലെയർ ഇട്ടുകൊണ്ട് വേണം ഏത് വരയ്ക്കാൻ, ഈ ഒരു പ്ലോട്ടിന്റെ ഇത് വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം പ്ലോട്ട് ബൗണ്ടറി എന്നുള്ളത് എടുക്കുക. പ്ലോട്ട് ബൗണ്ടറിയിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് മാച്ച് പ്രോപ്പർട്ടി കൊടുത്തിട്ട് പ്ലോട്ടിന്റെ സ്ഥാനം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് തൊട്ടടുത്തതായിട്ട് പറയുന്നത് ഏതാണ്, ബിൽഡിങ്ങിന്റെ ഫുട് പ്രിന്റ്. അപ്പൊ ബിൽഡിങ്ങിന്റെ ഫുട് പ്രിന്റ് നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അത് നമ്മൾ പോളിലൈൻ കൊണ്ട് എന്തിനു ചെയ്യുക, വരയ്ക്കുക. പോളിലൈൻ കൊണ്ട് വരച്ചതിന് ശേഷം ഈ ഒരു സെയിം ഫുട് പ്രിന്റ് തന്നെ ആയിരിക്കും നമുക്ക് കവേർഡ് ഏരിയ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ പുറത്തോട്ട് തിരിയുക, പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ എയർ മെട്രിക്സിൽ പോയതിനു ശേഷം ഫുട് പ്രിന്റ്, ഇതിപ്പം ബ്ലോക്ക് അധികമുണ്ടെങ്കിൽ ബ്ലോക്ക് 2 യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് 1 മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്തിനു ചെയ്യുക, ഫുട് പ്രിന്റിൽ ബ്ലോക്ക് 1 മാച്ച് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് നമ്മൾ ഫുട് പ്രിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം കവറേജ് എടുക്കുക. അതിൻ്റെ അകത്ത് ആ ഒരു കവേർഡ് ഏരിയ മാർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് 1 നിന്നും അതും നമ്മൾ മാച്ച് പ്രോപ്പർട്ടി എടുത്ത് മാച്ച് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത് നേരത്തെ ഫുട് പ്രിന്റിന്റെ മുകളിലായിട്ട് നമ്മൾ എന്തിനു ചെയ്ത് കൊടുക്കുക, പ്ലേസ് ചെയ്യുക. ഇനി ഈ ഒരു കവേർഡ് ഏരിയ തന്നെ ഞാനൊന്ന് കോപ്പി ചെയ്ത് പുറത്തോട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്നുള്ളത് പറയാം. അതിനുശേഷം നമ്മൾ തൊട്ടടുത്തതായിട്ട് വരേണ്ടത് സൈഡ് യാർഡുകളാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സൈഡ് യാർഡുകൾ നമുക്ക് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ സെറ്റിംഗൊക്കെ കിടക്കുന്ന കേസസ് ആണെങ്കിൽ നമ്മൾ കഴിവതും ഒരു കൺസ്ട്രക്ഷൻ ലൈൻ ഇട്ടുകൊണ്ട് അതിന്റെ കറക്റ്റ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പുറത്തോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് വരച്ചെടുക്കാം. ഇപ്പൊ പോളിലൈൻ എടുക്കുക. റെക്ടാംഗിൾ ഇത് വരയ്ക്കാൻ പറ്റുന്ന കേസസ് ആണ് റെക്ടാംഗിൾ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പോളിലൈൻ എടുക്കുക. അതിനുശേഷം ബിൽഡിങ്ങിന്റെ ഫുട് പ്രിന്റ് നമുക്ക് ഫ്രണ്ടേജ് വരച്ചു. അതിനുശേഷം അടുത്ത സൈഡ്സുകൾ വരയ്ക്കുകയാണ്. അടുത്ത സൈഡ് ക്ലോസ് ചെയ്തു. ഓക്കെ, നമുക്ക് അതിൽ C എൻ്റർ കൊടുത്ത് ക്ലോസ് ചെയ്തു. C എൻ്റർ കൊടുത്ത് ക്ലോസ് ചെയ്തു. ഓക്കെ,
നമുക്ക് ഇതിൽ റിയർ സൈഡും കാര്യങ്ങളും കറക്റ്റ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബേസ് ചെയ്ത് വരത്തക്ക രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് ആയിട്ട് എടുത്താക്കുന്നത്. അപ്പം അത് വരത്തക്ക രീതി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ബാക്കി സൈഡുകൾ മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഫ്രണ്ട് യാർഡ് ഇതായുണ്ട്, ഫ്രണ്ട് അതിനുശേഷം റിയർ സൈഡ്. കൾഡിസാഗ് റോഡിന്റെ കേസ് ബേസ് ചെയ്തതാണ് ഈ ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് സെറ്റ് ബാക്ക് 2 മതി. റോഡിൽ നിന്നുള്ളത് വരത്തക്ക രീതിയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ 3 മീറ്റർ ഉണ്ട്. അത് വരത്തക്ക രീതിയിലുള്ള നമ്മൾ റിയർ സൈഡായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അത് ബേസ് ചെയ്താണ് ഞാൻ ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. റോൾ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് വരത്തക്ക രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് സൈഡ് 1, സൈഡ് 2. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഏത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ബിൽഡിങ്ങിന്റെ സൈഡിലോട്ടുള്ള സൈഡ് യാർഡുകൾ മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് ഫ്രണ്ട് മാർക്ക് ചെയ്യുക, റിയർ മാർക്ക് ചെയ്യുക, സൈഡ് 1, സൈഡ് 2. ഇത്രയും മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്ലോട്ടിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ബാക്ക് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം മാർക്കായി കഴിയും. ഇനി നമുക്ക് അടുത്ത റോഡിന്റെ കാര്യങ്ങൾ വേണം മാർക്ക് ചെയ്യാൻ. റോഡിന്റെ കാര്യങ്ങൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് റോഡ് കഴിവതും റോഡിന്റെ ആ സെയിം വിഡ്ത്ത് വരത്തക്ക രീതിയിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കും. അതിനുശേഷം ആ പ്രോപ്പർ ഡയമെൻഷനും അവിടെ കാണിച്ചിരിക്കണം. അത് ഓട്ടോമാറ്റിക്കലി വരത്തക്ക രീതിയിൽ ഇതുവരെയായിട്ട് ആയിട്ടില്ല, ഭാവിയിൽ വരുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റ് ഡയമെൻഷൻ ചെയ്തിട്ട് ഏത് റോഡാണെന്നുള്ളത് നമ്മൾ അവിടെ എഴുതിയാക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇതിപ്പം ഒരു പ്ലോട്ടിൽ വന്ന് തീരുന്ന ഡെഡ് എൻഡ് ആയിട്ടുള്ള ലൈനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ലൈൻ എന്നുള്ള ഇതിലാണ് എടുക്കുന്നത്. അപ്പം ഇതിലെ റോഡ് ടൈപ്പ് നമുക്ക് ഏത് റോഡാണ് നമുക്ക് അബട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഇത് നോട്ടിഫൈഡ് റോഡുണ്ട്, കൾഡിസാഗ് റോഡുണ്ട്, ലൈൻ ഉണ്ട്, പിന്നെ അൺനോട്ടിഫൈഡ് റോഡുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത് ലൈനായിട്ട് അവിടെ തീരുന്നത് കൊണ്ട് ലൈനായിട്ട് എടുക്കുന്നത് കൊണ്ട് ഇവിടുന്ന് പോളിലൈൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം റോഡ് ഒന്ന് മാർക്ക് ചെയ്യുക. പോളിലൈൻ ബേസ് ചെയ്തുകൊണ്ട് റോഡ് മാർക്ക് ചെയ്തതിന് ശേഷം റോഡ് ഏതാണെന്നുള്ളത് മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് നമുക്കിവിടെ കാണിക്കാം. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് വരുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അതായത് ബിൽഡിങ്ങിൽ നിന്ന് ഏതിലേക്കുള്ള റോഡിൽ നിന്ന് ബിൽഡിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇത് നമ്മൾ കാണിക്കുന്നത് എന്ന് പറയുന്നത് കേസ്മാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു ഡയമെൻഷൻ സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും കേസ്മാർട്ട് എന്നുള്ള ഇതാണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഏത് ഡയമെൻഷൻ സ്റ്റൈൽ വേണം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മാറി വല്ലതും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി എന്നുള്ള അടിച്ചതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഡയമെൻഷൻ സ്റ്റൈൽ ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് കേസ്മാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ ഡയമെൻഷൻ ചെയ്യുന്ന എല്ലാ ഡയമെൻഷൻസും കേസ്മാർട്ട് എന്നുള്ള ഇതിൽ ബേസ് ചെയ്തിട്ടായിരിക്കും ക്രിയേറ്റഡ് ആയി വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന എല്ലാം കേസ്മാർട്ട് എന്നുള്ള ഇതിലായിരിക്കും നമുക്ക് ക്രിയേറ്റഡ് ആയി വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഏറ്റവും മിനിമം ആയിട്ട് വരുന്നത് നമ്മളിവിടെ ഡയമെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ മിനിമം ആയിട്ട് വരിക മീൻസ് ഇത് രണ്ടും 3.6 തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി. ഇപ്പം ഇവിടെ ഒന്ന് കൂടുതലും ഒന്ന് കുറവുമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും രണ്ടും ചെയ്യാനായിട്ട് നോക്കുക. രണ്ടും ചെയ്തതിന് ശേഷം നമ്മളിവിടെ മാച്ച് പ്രോപ്പർട്ടി വന്നതിന് ശേഷം നമ്മൾ ഏത് റോഡാണെന്ന് നോക്കുക. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഏതാണ്, ലൈൻ എന്നുള്ളതാണ് മാർക്ക് ചെയ്ത. ആ ലൈൻ എന്നുള്ളത് തന്നെ നമ്മൾ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കണം. നോട്ടിഫൈഡ് റോഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് നോട്ടിഫൈഡ് റോഡ് തന്നെ വേണം കൊടുക്കാൻ. അതായത് ഏത് റോഡാണോ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരത്തക്ക രീതിയിൽ വേണം ബിൽഡിങ്ങിൽ നിന്ന് റോഡിലോട്ടുള്ള ആ ഒരു ഡയമെൻഷൻ ലൈൻ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാൻ. ഈ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക എന്നുള്ളത് ഈ ഒരു കേസ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കണക്ക് മാച്ച് പ്രോപ്പർട്ടി കൊടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് അവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം റീഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം ഒരു റോഡിനെ ബേസ് ചെയ്ത് നമുക്ക് ആ പ്ലോട്ടിൽ മാക്സിമം ഹൈറ്റിൽ ബിൽഡിംഗ് ചെയ്യാമെന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബിൽഡിങ്ങിന്റെ
ഏത് വശമാണോ റോഡിലോട്ട് നിൽക്കുന്ന ആ വശത്ത് നിന്ന് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ആദ്യം ഒരു ഡയമെൻഷൻ ചെയ്യണം. ആ ഡയമെൻഷൻ നമുക്ക് ഏത് റോഡാണോ വരുന്നത് ആ റോഡിനെ അനുസരിച്ച്, ഇപ്പം ബ്ലോക്ക് 1 ലൈൻ ആയതുകൊണ്ട് ആ ലൈൻ എന്നുള്ളത് കാൽക്കുലേഷൻ മാക്സിമം ഹൈറ്റ് ഓഫ് ദ ബിൽഡിങ്ങിൽ നിന്ന് ആ ലൈൻ എന്നുള്ളത് മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു ഇത് കറക്റ്റ് നമുക്ക് സിസ്റ്റം റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന റോഡിന്റെ വിഡ്ത്ത് കറക്റ്റ് ആയിരിക്കണം, 1:30 തന്നെ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ റോഡിന്റെ വിഡ്ത്ത് 1:30 വരത്തക്ക രീതി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഡയമെൻഷൻ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 1:30 തന്നെ കാണണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കിത് ഓട്ടോമാറ്റിക് മെഷർ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് റൂൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു റൂൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുള്ളൂ, വാലിഡേഷൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് റെയിൻ വാട്ടർ സ്റ്റോറേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ റെയിൻ വാട്ടർ സ്റ്റോറേജ് ഒക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ റെയിൻ വാട്ടർ സ്റ്റോറേജ് മാർക്ക് ചെയ്തിട്ടുള്ളതിന്റെ മുകളിൽ കൂടെ ചിലപ്പോൾ ഇത് എക്സ്പ്ലോഡ് ചെയ്താണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്ടാങ്കിൾ കൊണ്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇത് എനിക്ക് എന്തിട്ട് ചെയ്യുക, വരയ്ക്കുക. അപ്പൊ ഞാൻ വരച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓൾറെഡി അങ്ങ് അല്ലെങ്കിൽ വേണം ചെയ്യാനായിട്ട് കാണിക്കാം. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ ഒരു റെക്ടാങ്കിൾ എന്തിട്ട് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടില്ല. അപ്പം ലൈനായിട്ട് കിടക്കുകയാണ്. അപ്പം റെക്ടാങ്കിൾ വരച്ചു കൊടുക്കുക. റെക്ടാങ്കിൾ വരച്ചതിന് ശേഷം നമുക്കിപ്പോൾ എത്രയാണ് റെയിൻ വാട്ടർ സ്റ്റോറേജിന്റെ കപ്പാസിറ്റി കാണിക്കണം, പിന്നെ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് കിറ്റ് കാണിക്കണം, റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് കാണിക്കണം. ആദ്യം റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് എങ്ങനെ കാണിക്കാൻ നോക്കാം. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. ഇതിൽ നമ്മൾ ഏതാണ് റെയിൻ വാട്ടർ സ്റ്റോറേജ് എന്നുള്ള ബേസിസ്, റെയിൻ വാട്ടർ സ്റ്റോറേജിന്റെ ആ ഒരു ലൈൻ ക്ലിക്ക് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അത് കണക്ക് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് കിറ്റിന്റെ അതും നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക, മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് റെയിൻ വാട്ടർ സ്റ്റോറേജിന്റെ കപ്പാസിറ്റി എത്രയുണ്ടോ അത് നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം അവിടോട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ എത്ര ലിറ്റർ ആണോ ഉള്ളത് ആ ലിറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ലിറ്റർ നമ്മൾ ഇവിടോട്ട് കൊടുക്കുക. ഓക്കെ, ഇത് കണക്ക് നമ്മൾ ഏരിയ ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ലിറ്റർ കൊടുക്കുക. ആ ലിറ്ററിനനുസരിച്ചുള്ള വാല്യൂ നമുക്ക് ഇവിടെ റെയിൻ വാട്ടർ സ്റ്റോറേജിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് സൈറ്റ് പ്ലാനിലെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, അതുപോലെ വെല്ലി ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത്, അതാണ് നോക്കേണ്ടത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് റെഡ് എന്നുള്ള ഇത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓപ്പൺ വെൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ റെഡ് ഹാച്ചിങ്, അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ, പ്രപ്പോസൽ ആണെങ്കിൽ നമുക്ക് യെല്ലോ എന്നുള്ള ബേസിംഗ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ എക്സിസ്റ്റിംഗ് വെല്ല് വരുന്നത് കൊണ്ട് ഇത് നമ്മൾ സർക്കിളായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ വെൽ എന്നുള്ളത് എടുക്കുക. അതിൽ എക്സിസ്റ്റിംഗ് എടുത്തതിന് ശേഷം എക്സിസ്റ്റിംഗ് വെൽ ഇവിടോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സോപ്പ് പിറ്റ് വേസ്റ്റ് ഡിസ്പോസൽ ആണ്. വേസ്റ്റ് ഡിസ്പോസൽ പുതിയതായിട്ടായതുകൊണ്ട് വേസ്റ്റ് ഡിസ്പോസൽ ടാങ്കിന്റെ അത് നമ്മൾ ഇവിടോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെപ്റ്റി ടാങ്കിന്റെ സെപ്റ്റി ടാങ്കിൽ ഇത് വരത്തക്ക രീതിയിൽ നമ്മൾ സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെപ്റ്റി ടാങ്കിന്റെ ഏരിയ നോക്കുമ്പോഴത്തേക്ക് 1.5 വരത്തക്ക രീതിയിൽ വേണം നിങ്ങൾ എന്തിന് ചെയ്യാൻ, ഈ സെപ്റ്റി ടാങ്കിന്റെ അളവ് കാണിക്കാൻ. നീളവും വീതിയും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വേണം, 1.5 വേണം. 1.5 വരത്തക്ക രീതിയിൽ വേണം ഏരിയ കാണിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ റൂൾ വാലിഡേഷൻ നടക്കുള്ളൂ. നാഷണൽ MBC പ്രകാരം നമുക്ക് സെപ്റ്റി ടാങ്കിന്റെ ഏരിയ 1.5 m² വേണമെന്നുണ്ട്. അത് വരത്തക്ക രീതിയിൽ നമ്മൾ നീളവും വീതിയും വരത്തക്ക രീതിയിൽ വേണം സൈറ്റിൽ സെറ്റ് ചെയ്യാൻ. അതിനനുസരിച്ചുള്ള സ്യൂട്ടബിൾ സൈറ്റ് നിങ്ങൾ കണ്ടെത്തുകയും വേണം. ആ രീതിയിലുള്ള അളവായിരിക്കണം നമ്മൾ കൊടുക്കുക. ഇപ്പൊ സെപ്റ്റി ടാങ്ക് ആയതുകൊണ്ട് സെപ്റ്റി ടാങ്ക് പ്രപ്പോസ്ഡ് എന്നുള്ളത് നമ്മൾ ഇവിടോട്ട് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. തൊട്ടടുത്തതായിട്ട് ബയോഗ്യാസ്, അത് നമുക്ക് റൂൾ അനുസരിച്ച് ബയോഗ്യാസ് എത്ര m² വരുന്നത് എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് ബേസ് ചെയ്ത് വരത്തക്ക രീതി നമുക്ക് കൊടുക്കാം. എക്സിസ്റ്റിംഗ് വെല്ലാണെങ്കിൽ ഇത് ന്യൂ എന്നുള്ളതാണ്. പ്രപ്പോസ്ഡ് വെല്ലാണെങ്കിൽ മാത്രം നമുക്ക് വെല്ല് മാർക്ക് ചെയ്താൽ മതി. എക്സിസ്റ്റിംഗ് വെല്ല ആയതുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ ഒരു പ്രപ്പോസ്ഡ് വെല്ല ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ നിന്ന് വെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് റോഡാണോ എന്ന് നോക്കുക. ഇപ്പൊ നമുക്ക് കൽഡിസാഗ് റോഡ് ആണെങ്കിൽ കൽഡിസാഗ് റോഡ്, ലൈൻ ആണെങ്കിൽ ലൈനിനെ ബേസ് ചെയ്ത് നമുക്ക്
മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം ഇത് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പൊ നമുക്കിത് എക്സിസ്റ്റിംഗ് വെൽ ആയതുകൊണ്ട് ഇത് കണക്ക് നമുക്ക് എന്തിനു ചെയ്യണമെന്നില്ല, ഡയമെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അടുത്തത് ഇത് എക്സിസ്റ്റിംഗ് വെൽ ആണെങ്കിൽ നമ്മൾ ചെയ്യണമെന്നില്ല. പ്രപ്പോസ്ഡ് വെല്ലിന്റെ കേസ് മാത്രം നോക്കിയാൽ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കേസ് അതിന് വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ, അതായത് പുതിയ നിർമ്മാണമാണെങ്കിൽ മാത്രമാണ് അതിർത്തിയിൽ നിന്ന്, അതായത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ പ്രപ്പോസൽ വെൽ എന്നുള്ളതാണ് പറയുന്നത്. നിയറസ്റ്റ് പോയിന്റ് ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നോക്കേണ്ടത്. അത് പുതിയ വെല്ലാണെങ്കിൽ മാത്രം ഈ ഒരു കാര്യം മാർക്ക് ചെയ്താൽ മതി. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെന്നുള്ളത് ഇവിടുന്ന് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ വേറെ കാര്യം ചെയ്യേണ്ടതില്ല. അടുത്തതായിട്ടുള്ളത് ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ. വെല്ലിൽ നിന്ന് വേസ്റ്റ് ഡിസ്പോസൽ വരെയുള്ള ഡയമെൻഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മളെ വെല്ലിൽ നിന്ന് നമ്മളെ വേസ്റ്റ് ഡിസ്പോസൽ വരെയുള്ള ഡയമെൻഷൻ എത്രയെന്നുള്ളത് നമ്മൾ നോക്കുക. എന്താ ഈ ഡയമെൻഷൻ നമുക്ക് എത്രയെന്നുള്ളത് നമ്മൾ നോക്കുക. 7 മീറ്റർ കുറയാൻ പാടില്ല. അത് സിസ്റ്റം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയമെൻഷൻ കാണിക്കുന്നത്. അതേ കണക്ക് തന്നെ നമുക്ക് വീണ്ടും വേണ്ടുന്നത് വെല്ലിൽ നിന്ന് സെപ്റ്റി ടാങ്കിലേക്കുള്ളതും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇവിടെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞിരുന്നത് ഡിസ്റ്റൻസ് ഫ്രം ഓപ്പൺ വെൽ ടു വേസ്റ്റ് ഡിസ്പോസൽ. അത് നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് മാച്ച് പ്രോപ്പർട്ടി ചെയ്യുക. ഇവിടെ വന്ന് നമ്മളത് മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് അതിന്റെ ലെയറിലോട്ട് കളർ മാറും. തൊട്ടടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ഓപ്പൺ വെല്ലിൽ നിന്ന് ബൗണ്ടറിയിലോട്ടുള്ളത്. ഇത് എക്സിസ്റ്റിംഗ് ആയ കേസിൽ മാർക്ക് ചെയ്യണമെന്നില്ല, മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. പ്ലോട്ടിൽ നിന്ന് ബൗണ്ടറിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ തൊട്ടടുത്തതായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ പ്ലോട്ട് ബൗണ്ടറിയിലേക്കുള്ള അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയമെൻഷൻ എടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഡിസ്പോസലിൽ നിന്ന് പ്ലോട്ട് ബൗണ്ടറിയിലേക്കുള്ള ഡയമെൻഷൻ നമ്മൾ ഇവിടോട്ട് ചെയ്തു കൊടുക്കുക. ഓക്കെ, നമുക്ക് 1:20 മിനിമം വേണം. അതുകൊണ്ട് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് ഡ്രോയിങ് ആക്കിയതാണ്. നിങ്ങൾ അത് റൂൾ അനുസരിച്ച് തന്നെ കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു വേസ്റ്റ് ഡിസ്പോസൽ ബൗണ്ടറിയിലേക്കുള്ളത് നമ്മൾ എന്തിനു ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. നമ്മളത് ആ ഒരു ലെയറിലോട്ട് മാച്ച് പ്രോപ്പർട്ടി കളർ മാറും. അതിനുശേഷം തൊട്ടടുത്തതായിട്ട് സെപ്റ്റി ടാങ്ക് ബൗണ്ടറിയിലേക്കുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, സെപ്റ്റി ടാങ്കിന്റെ മിനിമം ഇത് നമ്മളിവിടെ നിന്ന് ഇത് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ മാച്ച് പ്രോപ്പർട്ടി കൊടുത്തുകൊണ്ട് അത് നമ്മളോട്ട് കാണിക്കും. തൊട്ടടുത്തതായിട്ട് നമുക്ക് ഓപ്പൺ വെല്ലിൽ നിന്ന് സെപ്റ്റി ടാങ്കിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് കാണിക്കേണ്ടത്. അത് നമ്മളിവിടെ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മളത് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. സെപ്റ്റി ടാങ്കിൽ നിന്ന് ഓപ്പൺ വെല്ലിലേക്കുള്ളത്. ഓക്കെ, അത് എക്സിസ്റ്റിംഗ് വെല്ലാണെങ്കിലും പ്രപ്പോസ്ഡ് വെല്ലാണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് കാണിക്കണം. തൊട്ടതായിട്ട് ഇലക്ട്രിക് ലൈൻ്റെ ഇതാണ്. നമുക്കിപ്പം വോൾട്ടേജ് ബേസ് ചെയ്ത് വേറെ ലൈൻസുകൾ തൊട്ടടുത്തൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വെർട്ടിക്കൽ ക്ലിയറൻസിന്റെയും ഹൊറിസോണ്ടൽ ക്ലിയറൻസിന്റെയും കാര്യങ്ങൾ. ഇപ്പം വോൾട്ടേജ് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം വോൾട്ടേജ് എത്രയാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പം KVയിലാണ്, അപ്പം അത് KVയിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് അവിടോട്ട് വന്നതിന് ശേഷം അത് 0 എന്നുള്ള ബേസിൽ നമ്മളിവിടെ കാണിച്ചിരുന്നാൽ മതി. ഷീറ്റിലായിട്ട് 0. നമുക്ക് വേറെ ഇതിനെ ബേസ് ചെയ്തപ്പം അത്രയും ലോഡ് വരത്തക്ക രീതിയിലുള്ള 11 kV ലൈൻസ് അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരത്തക്ക രീതിയിൽ ഇപ്പം സെക്ഷന്റെ മുകളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈൻ വരച്ച് കാണിച്ച് അതിൽ നിന്നുള്ള ഡയമെൻഷൻ നമുക്ക് എത്രയെന്നുള്ളത് ചെയ്ത് അതെല്ലാം നമ്മളിവിടെ കാണിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് അതുമായിട്ട് ബേസ് ചെയ്തില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വാല്യൂ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഡ്രോയിങ്ങിൽ കാണിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് നോക്കാം. തൊട്ടടുത്തതായിട്ട് എന്താണ്, ഓപ്പൺ സ്റ്റെയർ ആണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ഷെയ്ഡ്. ഓക്കെ, അപ്പം ഷെയ്ഡ് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഫുട് പ്രിന്റ് നമ്മൾ ഇവിടോട്ട് ചെയ്തെടുത്ത് വെച്ചായിരുന്നു, കോപ്പി എടുത്ത് വെച്ചായിരുന്നു. ഈ ഫുട് പ്രിന്റിൽ നിന്ന് ഒരു 60 സെന്റിമീറ്റർ
നമ്മൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് ഒരു ലൈൻ കൊടുക്കുക. അതെന്ന് പറയുന്നത് നമുക്ക് ഏതായി, സൺഷെയ്ഡിന്റെ ലൈനായി. കണ്ടല്ലോ, ബിൽഡിംഗ് ഫുട് പ്രിന്റിൽ നിന്ന് പുറത്തോട്ട് നമ്മൾ ഏത് ചെയ്തു, 60 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്തു. അതിനുശേഷം അതായത് 0.6 നമുക്ക് ഈ ഒരു സൺഷെയ്ഡ് ബ്ലോക്ക് 1നെ ബേസ് ചെയ്ത് അത് നമ്മൾ ഇവിടോട്ട് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. മാച്ച് പ്രോപ്പർട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് കോപ്പി ചെയ്ത് നമ്മൾ ഇവിടോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺഷെയ്ഡിന്റെ ആ ഒരു പ്രൊജക്ഷൻ നമുക്ക് അവിടെ സൈഡ് പ്ലാനിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മളിതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. തൊട്ടടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ഓപ്പൺ സ്റ്റെയർ ആണ്. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് ബ്ലോക്കുകൾ തമ്മിലുള്ള, ഇപ്പം ഒരു സൈറ്റിലെ 2 ബിൽഡിങ്ങുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ആ ബിൽഡിങ്ങുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ K-സ്മാർട്ടിന്റെ ലെയർ യൂസ് ചെയ്തിട്ട് ഡയമെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്ത് മാച്ച് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി മെഷർ ചെയ്തോളൂ. ഓക്കെ, അടുത്തതായിട്ട് ഓപ്പൺ സ്റ്റെയർ ആണ്. അപ്പോൾ ഓപ്പൺ സ്റ്റെയർ നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളത് ഓപ്പൺ സ്റ്റെയറിന്റെ ആ ഒരു പോർഷൻ നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇത് പ്ലാനിൽ വരച്ചതിന് ശേഷം പ്ലാനിൽ നിന്ന് കോപ്പി എടുത്ത് നമ്മൾ എവിടെയാണോ നമുക്ക് സ്റ്റെയർ വരുന്നത് ആ സ്റ്റെയർ വരുന്ന സൈഡിലേക്ക് നമ്മൾ ഈ ഇത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിർത്തിയിൽ നിന്ന് മാറേണ്ട ഡിസ്റ്റൻസ് മിനിമം എല്ലാം കറക്റ്റ് വരത്തക്ക രീതിയിൽ റൂൾ നോക്കിയതിനു ശേഷം വേണം പ്രൊവൈഡ് ചെയ്യാൻ. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഓപ്പൺ സ്റ്റെയറിന്റെ ലെയർ എടുക്കുക. ആ ലെയർ മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം ഓപ്പൺ സ്റ്റെയർ നമുക്കത് അവിടോട്ട് സൈഡിൽ ഇത് കണക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുള്ള ഡിസ്റ്റൻസ് എല്ലാം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നോക്കുന്നതാണ്. തൊട്ടടുത്തായിട്ട് സോളാർ സിസ്റ്റം നമുക്ക് ഇതിൽ ഇപ്പം യൂസ് ചെയ്യേണ്ടതില്ല. ഇപ്പൊ സോളാർ സൈഡ് പ്ലാനിൽ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ടാണ് സോളാർ നമുക്ക് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സോളാർ വരച്ചു കൊടുക്കുക. സോളാറിന്റെ കൊണ്ട് മാച്ച് പ്രോപ്പർട്ടി ചെയ്ത് കൊടുത്താൽ നമുക്ക് സോളാറായിട്ട് സിസ്റ്റം റൈഡ് ചെയ്യുന്നതാണ്. തൊട്ടടുത്തതായിട്ട് ആക്സസറി ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസുകളാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഇത് ഒരു പ്ലോട്ട്, ഈ പ്ലോട്ടിന്റെ സൈഡിൽ കൂടി ഒരു റോഡ് പോകുന്നു. നമ്മൾ അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതൊരു പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കുള്ളൊരു ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ആക്സസറി ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റൂള് പ്രകാരം വരത്തക്ക രീതിയിൽ, റഫായിട്ടാണ് റൂള് പ്രകാരം വരത്തക്ക രീതിയിൽ സെറ്റ് ബാക്ക് എല്ലാം മെയിൻറ്റെയിൻ വരത്തക്ക രീതിയിൽ വെക്കുക. അതിനുശേഷം ഈ ഒരു ഇത് മാച്ച് പ്രോപ്പർട്ടി, ഇപ്പം ഇത് ഫസ്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ അത് മാച്ച് പ്രോപ്പർട്ടി കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ബ്ലോക്ക് ആക്കുക. അതിനുശേഷം റോഡിൽ നിന്ന് ഏത് റോഡാണ്, ഇതിപ്പോ നോട്ടിഫൈഡ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫൈഡ് റോഡിൽ നിന്ന്, ഇതിപ്പോ നോട്ടിഫൈഡ് റോഡ് ആണെങ്കിൽ നോട്ടിഫൈഡ് റോഡിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കൊടുക്കുക. K-സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഏത് യൂസ് ചെയ്ത് വേണം ചെയ്യാൻ, ഡയമെൻഷൻ യൂസ് ചെയ്ത് വേണം മാച്ച് പ്രോപ്പർട്ടി കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അതാണ് ഈ പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം ദ ഫുട് പ്രിന്റ് ഓഫ് ദ വേരിയസ് ആക്സസറി ബ്ലോക്ക് ഇൻ ലെയർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെന്നുള്ള നോക്കിയിട്ട് ഏത് റോഡാണോ അതിന് ബേസ് ചെയ്തിട്ടുള്ള മാച്ചിങ് കൊടുക്കുക. ഓക്കെ, തൊട്ടടുത്തതായിട്ട് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സസറി ബിൽഡിംഗ് ടു പ്ലോട്ടിലേക്ക് ഉള്ള, അതായത് ആക്സസറി ബിൽഡിംഗിൽ നിന്ന് പ്ലോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നമ്മൾ എന്തിന് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഡയമെൻഷൻ ചെയ്തതിന് ശേഷം അത് ആ സൈഡിലേക്കുള്ള ഡയമെൻഷനുകളിൽ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. തൊട്ടടുത്തതായിട്ട് നമുക്ക് പറയുന്നത് മെയിൻ ബിൽഡിംഗ്, വേറെ ഏതെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ശരി, നമുക്ക് മെയിൻ ബിൽഡിംഗ് ആണെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കതാ അത് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അത് നമ്മൾ ഇവിടെ നിന്ന് ഡയമെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതും എന്തിന് ചെയ്യാവുന്നതാണ്, മാച്ച് പ്രോപ്പർട്ടി കൊടുത്ത് ആ ഒരു ഡിസ്റ്റൻസും മാർക്ക് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ റൂളും ബാക്കി കാര്യങ്ങൾ, ഇത്ര മിനിമം ഡിസ്റ്റൻസ് എത്ര വേണം, എക്സിസ്റ്റിംഗ് ആണോ പ്രപ്പോസ്ഡ് ആണോ, അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അത് വരത്തക്ക രീതി ആ ഒരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി തൊട്ടടുത്തായിട്ട് നമുക്ക് പ്രപ്പോസ്ഡ് ഡീറ്റെയിൽസ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ
ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് പ്രപ്പോസ്ഡ് ആയിരുന്നുവെങ്കിൽ, ഇതിപ്പോ റെഗുലറൈസ് ബിൽഡിംഗ് ആണ്, ഞാനിപ്പോ പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ ഒരു കേസും കൂടെ പറഞ്ഞു പോവുകയാണ്. ഇതൊരു പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ബിൽഡിങ്ങിന്റെ ബിൽറ്റപ്പ് ഏരിയ നമ്മൾ ഏതായിട്ട് പോളിലൈൻ ഇട്ട് നമ്മൾ ഔട്ട് സൈഡിൽ കൂടി ആദ്യം പോളിലൈൻ ഇട്ട് നമ്മൾ വരച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് പോളിലൈൻ ഇട്ട് വരച്ചിട്ടുണ്ട്. തൊട്ടടുത്തതായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിന്റെ 50% വരത്തക്ക രീതിയിലുള്ള ആ ഒരു പോർഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്യുക. സിറ്റ് ഔട്ടിന്റെ 50% വരത്തക്ക രീതി, അത് നമ്മൾ നീളത്തിൽ വേണമെങ്കിലും ആവാം, കുറുകെ വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ നീളത്തിൽ വരത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈൻ കൊടുത്തതിന് ശേഷം നമുക്കത് അവിടെ നിന്ന് 50% വരത്തക്ക രീതിയിലുള്ള ഏരിയ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് നമുക്കിവിടെ മൈനസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ബിൽറ്റപ്പ് ഏരിയയിൽ നിന്ന് ഈ റൂൾ അനുസരിച്ച് നമുക്ക് ആ ഒരു ഡിഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഫ്ലോർ ഏരിയ കാൽക്കുലേഷൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കിച്ചൺ, നമുക്ക് ഏതാണോ കിച്ചൺ വരുന്നത് ആ കിച്ചണും നമ്മൾ എന്തിട്ട് ചെയ്യുക, ഇവിടെ ഒരു റെക്ടാങ്കിൾ യൂസ് ചെയ്ത് കിച്ചണും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോ ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ബിൽറ്റപ്പ് ഏരിയ ഔട്ട്സൈഡ് വരത്തക്ക രീതി മാർക്ക് ചെയ്തു, കിച്ചൺ മാർക്ക് ചെയ്തു, സിറ്റ് ഔട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ബാൽക്കണി ആയിരുന്നെങ്കിൽ ആ ബാൽക്കണി തൊട്ടടുത്ത ഇതിലും വരത്തക്ക രീതി നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇത് പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. പ്രപ്പോസ്ഡ് ബിൽഡിങ്ങിന്റെ കേസിൽ നമുക്ക് പ്രപ്പോസ്ഡ് ബിൽഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ പ്രപ്പോസ്ഡ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് വേണം നോക്കാൻ. നമ്മൾ ഏത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്, അപ്പം അതുകൊണ്ട് 4-0 എന്നുള്ളത് എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ, അതായത് FF ആണെങ്കിൽ 4-1 എന്നുള്ള ബേസ് ചെയ്ത് എടുക്കുക. അതിന് മുകളിലോട്ട് ബേസ് ചെയ്ത് 4-2, 4-3 എന്നുള്ള ബേസ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ജനറൽ മെട്രിക്സ് ലെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ തൊട്ടടുത്തായിട്ട് ഈ ഒരു 4 എന്നുള്ള എഴുതിയുന്ന പ്രപ്പോസലിൽ 4-0 എന്നുള്ളതിൽ മാച്ച് പ്രോപ്പർട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് എൻട്രി ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് മാച്ച് ആവും. അപ്പം ഇവിടെ നമുക്ക് വരുന്നുണ്ട് ബ്ലോക്ക് 1ൽ 4-0 ബിൽറ്റപ്പ് ഏരിയ എന്നുള്ളതിൽ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടെന്നുള്ള രീതിയിൽ വരും. അത് നമ്മൾ ഇവിടെ നിന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുന്ന സമയത്തേക്ക് അത് ഏതായിട്ട് മാറും, എക്സിസ്റ്റിംഗ് എന്നുള്ള ബേസ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. കണ്ടോ, എക്സിസ്റ്റിംഗ്. ഓക്കെ, അത് എനിക്ക് റെഗുലറൈസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് റെഗുലറൈസ്ഡ് എന്നുള്ളത് ബേസ് ചെയ്ത് മാച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഇവിടെ അത് ബേസ് ചെയ്തിട്ടുള്ളതിൽ വരത്തക്ക രീതിയിൽ ഇതില്ല, ഇത് വരത്തക്ക രീതിയിൽ നമുക്ക് അവിടെ അതിൻ്റെ ഇത് മാറും. ഓക്കെ, കണ്ടോ, റെഗുലറൈസ്ഡ് ആകുമ്പോഴത്തേക്ക് ഇത് ആ ഒരു TBR എന്നുള്ള ഇത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇത് റെഗുലറൈസേഷൻ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ഞാൻ ആ രീതിയിൽ മാർക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ്. തൊട്ടടുത്തതായിട്ട് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഡിറക്ഷൻ ചെയ്യേണ്ടതായത് 4-0 നമുക്ക് ഈ 4 റെഗുലറൈസ്ഡ്, അതായത് ഏരിയ ടു ബി റെഗുലറൈസ്ഡിന് തൊട്ട് താഴെയുള്ള ഏരിയ ടു ബി റെഗുലറൈസ്ഡ് ഈ സി റൂള് 2.1 എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടുള്ളതിന് ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക. തൊട്ട് അടുത്ത ഇതിലോട്ട് വന്നതിന് ശേഷം ഡ്രോയിങ്ങിലോട്ട് വന്നതിന് ശേഷം നമ്മളിത് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോഴത്തേക്കും അത് നമുക്ക് ആ ഒരു ഇതിലോട്ട് മാറും. ഓക്കെ, ഇനി തൊട്ടടുത്തതായിട്ട് കിച്ചൺ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത താഴെയുള്ള 15ാമത്തെ എടുക്കുക. അതിൽ ഈ ഒരു ഇത് മാറിപ്പോയത് 4-0 എന്നുള്ള ബേസ് ചെയ്ത് ഏത് ഫ്ലോറിലാണോ കിച്ചൺ എന്നുള്ള ബേസ് ചെയ്യുക. അതിനുശേഷം അത് മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, ആ ഒരു കിച്ചൺ എന്നുള്ള എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് സ്റ്റെയർ ക്യാബിൻ ആണ്. സ്റ്റെയർ ക്യാബിൻ ഒന്നും നമുക്ക് ഇത് ഇല്ലാത്തത് കൊണ്ട് മാർക്ക് ചെയ്യേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് സ്റ്റെയർ ക്യാബിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഫുട് പ്രിന്റ് നമുക്ക് ഇവിടോട്ട് വരും. അതിനുശേഷം ഇവിടെയാണ് സ്റ്റെയർ ക്യാബിൻ ആയിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ സ്റ്റെയർ ക്യാബിന്റെ ബിൽറ്റപ്പ് ഏരിയ കാണിക്കണം. അതായത് ഇതിന്റെ ബിൽറ്റപ്പ് ഏരിയ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ബിൽറ്റപ്പ് ഏരിയ കാണിച്ചു കൊടുക്കണം. ബിൽറ്റപ്പ് ഏരിയ ഇത് കണക്ക് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം
ആ ഔട്ട് തന്നെ കോപ്പി എടുത്ത് പുറത്തോട്ട് വെച്ചതിന് ശേഷം, സ്റ്റെയർ കേസ് റൂമിന്റെ ഔട്ടാണ്, അത് കോപ്പി എടുത്ത് പുറത്തോട്ട് വെച്ചതിന് ശേഷം ഏത് നിലയാണോ സ്റ്റെയർ ക്യാബിനായിട്ട് വരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പം 4-0 ആയതുകൊണ്ട് ജനറൽ സ്റ്റെയർ, ഒരു ഇതിൽ നമുക്ക് 2 സ്റ്റെയർ ഒക്കെ വരാനുള്ളതുണ്ട്. ഏരിയ കൂടുന്നതനുസരിച്ച് ഒരു വിധത്തിൽ 2 സ്റ്റെയർ ഒക്കെ വരാം, ജനറൽ സ്റ്റെയർ കോമൺ ആയിട്ട്. അപ്പം അത് വരത്തക്ക രീതിയിലുള്ളതുകൊണ്ടാണ് 2 സ്റ്റെയറിനെ കൊടുത്താൽ. നമുക്ക് സിംഗിൾ സ്റ്റെയർ ആണെങ്കിൽ അത് വരത്തക്ക രീതിയിൽ നമുക്കത് 4-0 ബേസ് ചെയ്ത് നമുക്കത് മാച്ച് പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് മാർക്ക് ചെയ്യുക. ഇത് മൂവ് ചെയ്ത് ഇതിന്റെ മുകളിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ടെറസ് ഫ്ലോർ ആയിട്ട് സിസ്റ്റം റീഡ് ആയിക്കോളും. ഓക്കെ, ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. തൊട്ടടുത്തായിട്ട് നമുക്ക് പറയുന്ന ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഇത് സെക്ഷൻ ആണെന്ന് എടുക്കുക. അതായത് പാരപ്പറ്റ്, നമുക്ക് വാളിന്റെ ആ ഒരു ഇത്, പിന്നെ ബേസ്മെന്റിന്റെ പ്രൊജക്ഷൻ. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ആ ഒരു ലൈൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെക്ഷൻ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിനകത്ത് നമുക്ക് പ്രപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവൽ കാണിക്കണം, പിന്നെ പ്രപ്പോസ്ഡ് റൂഫ് ലെവൽ കാണിക്കണം. ഇത് നമുക്ക് റൂഫ് ലെവലിൻ്റെതാണ് തൊട്ട് താഴെയുള്ളത്. പിന്നെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. അപ്പം നമുക്ക് ഇതിൽ വരയ്ക്കുമ്പോഴത്തേക്കെന്ന് പറയാം, നമ്മൾ സാധാ ലൈൻ വേണം വരയ്ക്കാൻ. അതായത് ഇതിന്റെ ടോപ്പിൽ ഇപ്പം നമുക്ക് 10 സെന്റിമീറ്റർ ഇവിടെ ഒരു ഗ്യാപ്പ് റൂഫ് ലെവലിന്റെ പ്രൊജക്ഷൻ കാണാം. അപ്പം അത് വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാ ലൈൻ, പോളിലൈനിൽ യൂസ് ചെയ്യേണ്ട സാധാ ലൈൻ ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചിടുക. അതേ കണക്ക് ഇവിടെ ഗ്രൗണ്ട് ലെവലിന്റെ ലൈനാണ്. ഈ ഗ്രൗണ്ട് ലെവലിന്റെ ലൈനും നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ടൊന്ന് റിഡ്യൂസ് ചെയ്യുക. ഇത് ബേസ്മെന്റ് ആണ്. ഓക്കെ, ഇത് വാൾ. അപ്പൊ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് ഗ്രൗണ്ട് ലെവലിന്റെ ലൈൻ, റൂഫ് ലെവലിന്റെ ലൈൻ, അതിനുശേഷം കെ സ്മാർട്ടിന്റെ ആ ഒരു ഡയമെൻഷൻ വരത്തക്ക രീതിയിൽ ഡയമെൻഷൻ. ഓക്കെ, ഇതിപ്പോ 3 മീറ്റർ ആണ്. ഞാൻ ഇപ്പം റഫായിട്ട് വരച്ചുകൊണ്ടാണ് നമുക്ക് അത്രയും വരുന്നത്. ഞാൻ അവിടെ ചെയ്തിട്ടാക്കുന്നത് കാണിച്ചു തരാം. അതിനുശേഷം ഗ്രൗണ്ട് ലെവലിന്റെ പ്രപ്പോസ്ഡ് ഗ്രൗണ്ട് ലെവലാണ്. അപ്പൊ ഗ്രൗണ്ട് ലെവൽ വരത്തക്ക രീതി ഗ്രൗണ്ട് ലെവലിന്റെ മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. തൊട്ടടുത്തതായിട്ട് റൂഫ് ലെവലാണ്. റൂഫ് ലെവലിന്റെ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുക, മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. അത് ബിൽഡിങ്ങിന്റെ ഹൈറ്റ്, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് മാച്ച് പ്രോപ്പർട്ടി കൊടുക്കുക. ഈ ഒരു ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് ഇവിടോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എന്തിന് ചെയ്യുക, ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഡ്രോയിങ്ങിലോട്ട് എന്തിന് ചെയ്ത് കൊടുക്കാവുന്നതാണ്, പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നമുക്ക് ഇവിടോട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് വരത്തക്ക രീതി ആയിക്കോളും. കഴിവതും നമ്മൾ പുറത്തിട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇത് ചെറിയൊരു ഇൻക്ലിനേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റീഡ് ആവുന്നതിൽ ചെറിയ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ശേഷം നമുക്ക് അൺവാണ്ടഡായിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഡയമെൻഷൻ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഏത് ഇതിലോട്ടാണോ വേണ്ടുന്ന അത് വരത്തക്ക രീതിയിലോട്ട് നമുക്ക് എന്തിന് ചെയ്ത് കൊടുക്കാം, മാറ്റി കൊടുക്കാം. ഇപ്പം സ്കെയിൽ ചെയ്ത് അതിന്റെ ഇതെല്ലാം വരത്തക്ക രീതിയിൽ ഡോട്ട് ലൈൻ ആക്കണമെങ്കിൽ ഡോട്ട് ലൈൻ ആക്കി, അതുപോലെ നമുക്ക് ഇപ്പം ഇത് ഇലക്ട്രിക് ലൈൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ലൈൻ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ റോഡിന്റെ ഇത് വരത്തക്ക രീതി, റോഡിന്റെ ഇത് നമുക്ക് ഇവിടെ ഏത് ഇതിലാണോ വരേണ്ട അത് വരത്തക്ക രീതിയിൽ നമുക്കിപ്പം ബ്രൗൺ ഹാച്ചിങ് ആണെങ്കിൽ ബ്രൗൺ ഹാച്ചിങ് വരത്തക്ക രീതിയിലേക്ക് ആ ഒരു ഇത് നമുക്ക് മാറ്റാം. ഓക്കെ, പിന്നെ ബിൽഡിങ്ങിന്റെ ഈ ഒരു ഔട്ട് ലൈൻ എന്നുള്ള റെഡിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ റെഡിലോട്ട് വന്നതിന് ശേഷം കഴിവതും നിങ്ങൾ മോർ കളർ എടുത്തിട്ട് ഈ ഒരു ഇതിന് ട്രൂ കളർ മാറ്റിയതിനു ശേഷം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്പർ വരത്തക്ക രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് നോക്കുക. കണ്ട ട്രൂ കളർ. അതിനുശേഷം ഇത് മാച്ച് എടുത്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കുക. അപ്പം ഇത് കഴിവതും നിങ്ങൾക്ക് ഈ ഒരു സൈഡ് പ്ലാനിൽ നിങ്ങളിപ്പം കൊടുത്താലും അത് കളറിൽ ഇത് വരുന്നില്ല. എന്നാള് നമ്മൾ കേസ് മാർക്കിൽ കൊടുത്തപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ ഇതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു. സർവീസ് പ്ലാനിൽ നിങ്ങൾ ഇതുപോലെ സ്കെയില് കറക്റ്റ് വരത്തക്ക രീതിയിലാക്കിയതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം കൊടുത്താൽ അത് കറക്റ്റ് വരത്തക്ക രീതിയിൽ ഫുട് പ്രിന്റ് കളർ ലെയർ വരത്തക്ക രീതിയിൽ പ്രിന്റായി വരുന്നുണ്ട് ഷീറ്റിൻ്റെ അകത്ത്.
ഇത് ഭാവിയിൽ ഈ ഒരു ഇത് കൊണ്ടുവരുമായിരിക്കും. ഓക്കെ, അത് വരത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് കഴിയുക ആക്കിയിട്ടാക്കാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇൻഫോ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം സർവേ നമ്പർ ബേസ് ചെയ്ത് നമുക്ക് ഈ ഒരു സർവേ നമ്പർ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു സർവേ നമ്പറിനെ ബേസ് ചെയ്ത് സർവേ നമ്പർ ഡീറ്റെയിൽസുകൾ നമ്മൾ ഇവിടോട്ട് കൊടുക്കും. അപ്പം നമുക്കുള്ള സർവേ നമ്പർ ഏതാണെന്നുള്ളത്, പിന്നെ അത് നമുക്കുള്ള റവന്യൂ വാർഡ് ഇപ്പം 21 ആണെങ്കിൽ 21, ഇതിൽ 28 അതുകൊണ്ട് ഞാൻ 28 കൊടുത്തു. വില്ലേജ് ഏതാണെന്നുള്ളത് നോക്കുക. വില്ലേജ് ദേശം അത് തന്നെ കൊടുക്കാം. പിന്നെ പ്ലോട്ട് ഏരിയ നമുക്ക് 6 നമുക്കിവിടെ എം സ്ക്വയറിലാണ് നമുക്ക് ഏരിയ കൊടുക്കേണ്ടത്. കഴിവതും ശ്രദ്ധിക്കേണ്ടത് ഈ എം സ്ക്വയറിന്റെ ഏരിയ തന്നെ ഇരിക്കണം ഈ പ്ലോട്ട് അളവ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വരേണ്ടത്. മിനിമം നമുക്ക് ഇത് തന്നെ ആയിരിക്കണം, അതിൽ കൂടാൻ പാടില്ല. ഇതിപ്പോ 167 ഉള്ള വസ്തുവാണ് വന്നപ്പോഴത്തേക്ക് അത് 182 എം സ്ക്വയർ ആണ് വരുന്നത്. 182 എം സ്ക്വയറിൽ കൂടുതലായിട്ട് നമുക്ക് ഒരിക്കലും പ്ലോട്ട് ഏരിയ വരാൻ പാടില്ല. അത് കറക്റ്റ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇവിടെ പ്ലോട്ട് വരയ്ക്കാൻ. തൊട്ടടുത്തതായിട്ട് നമുക്ക് പറയുന്ന കട്ടിങ്ങുകൾ വല്ലതും ഉണ്ടോ എന്ന്, അതായത് 1-1.5 മീറ്ററിൽ കൂടുതൽ വരത്തക്ക രീതിയിൽ നമ്മൾ സൈറ്റ് വല്ല എക്സ്കവേഷൻ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. CRS സോൺ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അത് നോ കൊടുക്കുക. സെക്യൂരിറ്റി സോൺ വല്ലതും ആണോ എന്നുള്ളത് ചോദിക്കുക. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. അതിനുശേഷം നമുക്ക് വീട്ടിലോട്ട് വരുന്ന വഴിയുടെ വീതി ആക്സസ് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്കുള്ള ഓപ്പണിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ 1 സെന്റ് ഇല്ലാതെ 60 സെന്റിമീറ്റർ ഒക്കെ ചേർത്ത് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നമുക്കതൊന്നും ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് അതെല്ലാം നോട്ട് ആപ്ലിക്കബിൾ വരത്തക്ക രീതി തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാസ്റ്റർ പ്ലാനെ ബേസ് ചെയ്ത് അഫർമേഷൻ സോൺ ആണോന്നും അല്ലാതെ റെസിഡൻസ് സോൺ ആണോ എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. CRS സോൺ ആണോ എന്നുള്ളത് മാസ്റ്റർ പ്ലാനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ CRS മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആക്സസ് ഹെഡ് റൂം എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഷോപ്പ് അങ്ങനെയൊക്കെ വരുന്ന സൈസിൽ നമുക്ക് തൊട്ടടുത്ത് ബാക്കിൽ വീടുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് കടയുടെ സെന്ററൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് എൻട്രൻസ് കൊടുക്കുക. അപ്പോഴത്തേക്ക് വരുന്ന ആ ഒരു ഇതിന്റെ ഹൈറ്റ്, ആ ഒരു ഓപ്പണിങ്ങിന്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് റൂം ആക്സസ് ഹെഡ് റൂം കൊടുക്കുന്നത്. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വാല്യൂസ് നമ്മളവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡ്രോയിങ് ഒന്ന് പർച്ച് ചെയ്യുക. ഡ്രോയിങ് ഒന്ന് പർച്ച് ചെയ്യുക. പർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് DXF ഫോർമാറ്റിലോട്ട് നമുക്ക് ഈ ഡ്രോയിങ് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുകൂടി നമുക്ക് നോക്കാം. സേവ് ആസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് വരത്തക്ക രീതിയിൽ ഞാനിപ്പം ഓണറുടെ പേര് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് DXF ഫോർമാറ്റിലോട്ട് നമ്മൾ ഏത് ഇതിലാണോ വരുന്നത്, ഏത് വർഷമാണോ വരുന്നത് അത് വരത്തക്ക രീതിയിൽ DXF ഫോർമാറ്റിലേക്ക് കൊടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പേര് മാറി നമുക്കിവിടെ സേവ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സ്ക്രൂട്ടിനി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തൊട്ടടുത്ത ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരിതാണ് ഇവിടെ റഫായിട്ടൊരിത് കാണിച്ചത്. ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ കഴിയുന്നതും ഞാൻ സോൾവ് ചെയ്ത് തരാൻ നോക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.